ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ബിഗോണിയ സ്പെഷ്യൽ വീഡിയോയാണ് കേട്ടോ. നമുക്കൊരു 11-12 വെറൈറ്റിയോളം ഇപ്പം നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഒത്തിരി വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലൊരു കോംബോയും കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്ലാൻസിലെല്ലാം കാറ്റലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്തോ, കോംബോ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ സെലക്ട് ചെയ്തോളൂ. ബാക്കിയുള്ള പ്ലാൻസിലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ കാറ്റലോഗിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ബിഗോണിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോ സൺഡേ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും കേട്ടോ. ബാക്കി ഒത്തിരി പ്ലാൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ക്ലബ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അത്രയും ഭംഗി വരില്ല, വീഡിയോയും ഭയങ്കര നീളായി പോവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോംബോയിലേക്ക് പോകാം. നമുക്ക് 2-3 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബിഗോണിയാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ ആ കാര്യം എപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇലകളൊക്കെ ഒന്ന് ഒടിയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ ഇലകൾ ഒടിയൂല. അപ്പോൾ ഇപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിലോ ഒക്കെ ഒടിയാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി ഒടിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇതൊരു സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. ഞാൻ അടീനിയത്തിൻ്റെ കേസിലും അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്ലാന്റുകൾ നനയ്ക്കാതെ ആയിരിക്കും വിടുന്നത്. കാരണം ഇപ്പോൾ മഴക്കാലം കൂടെയാണ്. അപ്പോൾ ഉള്ളിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിൽ നനവും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്ലാന്റ്സ് ചീത്തയാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നനയ്ക്കാതെയാണ് ബിഗോണിയ പ്ലാന്റ്സ് വിടുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ചെറിയൊരു വാട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ പാക്കറ്റ് പൊളിച്ച് നോക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ പോട്ടി മിക്സ് നോക്കുക, ടച്ച് ചെയ്ത് നോക്കുക. നനവില്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പോട്ടി മിക്സ് എപ്പോഴും മാറ്റി നടന്നായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ പോട്ടി മിക്സ് മാറ്റിയിട്ട് നമ്മുടേതായ പോട്ടി മിക്സ് നടുക. കുറേ പേര് കൊക്കോപീറ്റ് മാത്രം, കൊക്കോപീറ്റും കൊക്കോ ചിപ്സും പെർലൈറ്റും കൂടെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, മണ്ണും മണലും ഇതെല്ലാം ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് നിങ്ങൾക്ക് ഏതാണോ സേഫ് അത് ഉപയോഗിക്കുക. ഞാൻ ചെയ്യുന്നത് കൊക്കോപീറ്റും കൊക്കോ ചിപ്സും പെർലൈറ്റും കൂടെ ന്നിട്ടുള്ള പോട്ടി മിക്സിലാണ് ഞാൻ നടുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ചിലപ്പോൾ പ്രാക്ടിക്കലാണെന്ന് വരില്ല. അപ്പം ഞാൻ അത് നട്ടിട്ട് നേരെ മഴയത്തേക്ക് വെക്കുകയോ ചെയ്യുന്നത് എൻ്റെ കേസിൽ. അപ്പം നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള മാർഗം എന്ന് അറിയാലോ. അപ്പം നിങ്ങൾക്ക് അത് പോട്ടി മിക്സ് ഒക്കെ കളഞ്ഞതിന് ശേഷം അങ്ങനെ നട്ടുപിടിപ്പിക്കുക കേട്ടോ. മാറ്റിയൊക്കെ നടാൻ പറ്റുന്ന അത്രയുമുള്ള പ്ലാന്റുകളുണ്ട്. അങ്ങനെ തിരിച്ച് നടാൻ പറ്റുന്നവർ അങ്ങനെ നടുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രൊഫഷണൽ DTDC 2 കുറവ് നമ്മൾ പ്ലാൻസുകൾ അയക്കാം. DTDC എയർ സർവീസ് നിർത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുന്ന എയർ സർവീസ് നിർത്തിയിട്ടുണ്ട്, പ്ലാൻസുകൾ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പോസ്റ്റിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയക്കുക കേട്ടോ. അങ്ങനെയുള്ളവരൊന്ന് മെസ്സേജ് തന്നാൽ മതി. ബൈ എയർ വിടുന്നവർ കേട്ടോ. ബാക്കിയെല്ലാം സേഫായിട്ട് തന്നെ നമ്മൾ പ്രൊഫഷണൽ DTDC വഴി അയക്കും. ഇനിയിപ്പോൾ ഇൻസൈഡ് കേരള പോസ്റ്റിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വിടാം കേട്ടോ. പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒത്തിരി നേരമായിട്ടുണ്ടല്ലേ. ആദ്യത്തെ വെറൈറ്റി ഇതാണ് കോംബോയിൽ കാണിക്കുന്നത്. ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇതൊരു കളറുകളൊന്നും പറയാൻ നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അതുപോലെ മിക്സ് ചെയ്തിട്ടാണുള്ള കളർ വരുന്നത്. ഇങ്ങനെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇതിനൊരു സാമ്യമുള്ളൊരു കളറുണ്ട്, അത് ഞാൻ കാണിച്ചു പോകാം. ഇതിപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതും കൂടെ ഇങ്ങനെ കയറി വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഇത് നമ്പർ 7 ആണ് വരുന്നത് കേട്ടോ. കോംബോയിലാണ്, ഇപ്പോൾ കോംബോയാണ് കാണിക്കുന്നത് കേട്ടോ. 7 ഇതിൻ്റെ നമ്പർ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത് നമ്പർ 7 എന്ന് പറഞ്ഞിട്ട് ബിഗോണിയ 7 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാറ്റലോഗ് ഒന്ന് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്പർ 5 ആണ് കേട്ടോ. കോംബോ ചെയ്യുന്നത് 2 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉണ്ടായിരിക്കുക കേട്ടോ. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലാന്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ഇതാണ്. നല്ല രസമാണ്. ഒരു ഫ്രില്ല് രീതിയിലാണ് ഇതിൻ്റെ ഇല വരുന്നത്. നല്ലൊരു ലൈറ്റ് പച്ചയും ഒരു പിസ്ത പച്ചയും കൂടെ ഒക്കെ ചേർന്നിട്ട് ഒരു യെല്ലോയും പിസ്ത പച്ച എല്ലാം ഇതല്ല കേട്ടോ, ലെമൺ ഗ്രീനില്ലേ, ലെമൺ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് വരുന്ന അങ്ങനെയുള്ളൊരു ഇതും. പിന്നെ ഒരു ഫ്രില്ല് രീതിയിലാണ് സൈഡിലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ചേർന്നിട്ട് വരുന്ന നല്ലൊരു പാറ്റേൺ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ്. പച്ചയാണെന്നുള്ളൂ, പക്ഷെ പച്ച തന്നെ ഭയങ്കര ഭംഗിയുള്ളത്. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് നമ്പർ 5 ആണ്. അപ്പോൾ 7ഉം 5ഉം കൂടെയാണ് നമ്മൾ കോംബോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൽ ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 400 ആണ്, 400 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്തോളൂ. നല്ല രസമുള്ള ഇതാണ്. നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ സാധ്യമായിട്ടുള്ള പ്ലാന്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ അടിയിലുള്ള ലീഫുകളൊക്കെ ഒടിഞ്ഞൊക്കെ പാക്കറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ
അതിൻ്റെ സൈസുകളൊക്കെ ഞാൻ കാണിച്ചു പോകാമേ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിഗോണിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ ചിലപ്പോൾ ചിലത് ഹൈറ്റ് ആയിരിക്കും, ചിലത് ഹൈറ്റ് ഉണ്ടാവില്ല. ഇത് നോക്കി, ഇത് കണ്ടോ, ഈ പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ 2 ലീഫൊക്കെ നമുക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത് ഇത്രയും പ്ലാന്റുകളുണ്ട്, എടുത്ത് നടുവും ചെയ്യാം കേട്ടോ. വലിയ പ്ലാന്റാണ്, സൈസ് ഇതാണ്. പിന്നെ ഒരെണ്ണം ഞാൻ കാണിച്ചു പോട്ടെ. ഇത് നോക്കി, ഇത് ഭയങ്കര സൈസുള്ള പ്ലാന്റ്, ഇത് നിറയെ ഷൂട്ടുകളായിട്ട് അങ്ങനെയുള്ള പ്ലാന്റ്. അപ്പോൾ ഇതും കൂടെ വ്യത്യാസം മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഇതിലുണ്ടാവും കേട്ടോ, ഈ ബിഗോണിയയുടെ സൈസിലുണ്ടാവും. കാരണം 1-2 ലീഫ് തന്നെ മാറി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ തിക്നെസ്സിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ പ്ലാന്റിൻ്റെ കേസിൽ, ബിഗോണിയയുടെ കേസിൽ, ബാക്കിയൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ലല്ലോ, എല്ലാം ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളാണ്. അപ്പോൾ ബിഗോണിയയുടെ കേസിൽ അങ്ങനെ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെയൊക്കെ അതേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, അതെ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസുകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കാണിച്ചു പോയി. ഇനി ഒന്നേന്ന് തുടങ്ങുവാണേ. ബ്ലാക്ക് മാമ്പ ഒരു ഇത് വന്നിട്ടുണ്ട്, ബ്ലാക്ക് മാമ്പ എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ കേട്ടോ, ബ്ലാക്ക് കളറാണ് ലീഫ്. ഇത് കണ്ട നല്ല രസമാണ്. ഇത് ബ്ലാക്ക് മാമ്പ എന്ന് പറഞ്ഞിട്ട്, ബിഗോണിയ ബ്ലാക്ക് മാമ്പ എന്ന് പറഞ്ഞിട്ട് കേട്ടോ കൊടുത്തന്നെ, നമ്പർ ഇട്ടിട്ടില്ല ഇതിന്. ഇതും പല പല സൈസിലാണ് വന്നേക്കുന്നത്. ബിഗോണിയുടെ കേസിൽ ഞാൻ വലുതും ചെറുതും ഒക്കെ കാണിച്ചു പോവാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സൈസിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് കണ്ട രണ്ട് തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഈ ബിഗോണിയയുടെ കേസിൽ, വലുതും ചെറുതും. ഞാനൊന്ന് ചില വെറൈറ്റിയുടെ അങ്ങനെ കാണിച്ചു പോവുകയാണേ. പിന്നെ ഇനി ഒന്നേന്ന് തുടങ്ങുകയാണ് കേട്ടോ. നമ്പർ 1 ഇതാണ് വരുന്നത്. നല്ലൊരു എന്താ പറയുക, ഒരു സിൽവർ ടച്ചുള്ള, നടുക്കൊരു മെറൂൺ ഷെയ്ഡും കൂടെ, ഒരു മജന്ത ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്ന ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് സൈസ് വരുന്നത്. ഒത്തിരി തിക്നെസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. 2-3 പ്ലാന്റുകളൊക്കെ ഷൂട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ഷൂട്ടുകളുടെ എണ്ണം പറയുന്നില്ല, കാരണം ബിഗോണിയുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 1 ആണ് വരുന്നത് കേട്ടോ. അതിൻ്റെ സൈസൊക്കെ വരുന്നത് മുകളിൽ വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് സൈസുകൾ വരുന്നത്. അത് കണ്ടോ, വേണ്ട, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇനി നമ്പർ 2 കാണിക്കാം. നമ്പർ 2 നല്ല ഭംഗിയുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, എനിക്ക് 2 വെറൈറ്റികൾ, എനിക്ക് കൂടുതൽ ഈ പച്ച വെറൈറ്റിയിലൂടെ കൂടുതൽ താല്പര്യം തന്നെ. ഇതൊരു വെൽവെറ്റ് ഫിനിഷുള്ള, ഒരു പല കളർ മിക്സ് ചെയ്തിട്ടുള്ള, ഒരു ബ്ലാക്കും ഗ്രീനും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കെയിലി ആയിട്ടുള്ള ഒരു ലീഫാണ് വരുന്നത് കേട്ടോ. ഇത് ഫോട്ടോയിൽ അത്രയും ഭംഗി വരുന്നില്ല എന്ന് തോന്നുന്നു. ഇത് നോക്കിക്കോ, നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്, നല്ല രസമായിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി. 2ആണ് നമ്പർ വരുന്നത് കേട്ടോ. അതിൻ്റെ സൈസുകൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് സൈസുകൾ വരുന്നത് കേട്ടോ. ഹൈറ്റിൻ്റെ കാര്യത്തിലും ചിലതിനൊക്കെ ഇങ്ങനെ ഡിഫറൻസുകൾ വരുന്നുണ്ട്. ചിലതൊക്കെ ഒരേ പാറ്റേൺ, ഒരേ സൈസ് തന്നെ വരുന്നത്, ചിലതൊക്കെ ഹൈറ്റ് ഉള്ളതും ഇല്ലാത്തതും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമ്പർ 3 ഇതാണ് വരുന്നത് കേട്ടോ. ഈ നല്ല ഭംഗിയുള്ള ഇതാണ് വരുന്നത്. അതിൻ്റെ സൈസുകൾ വരുന്നത് ഇത് കേട്ടോ. ഈ നമ്പർ 3 ആണ് വരുന്നത്. നമ്പർ 4 വരുന്നത് ഇതാണ്. നമ്പർ 4ഉം ഒരു പച്ചമ ഡോട്ടൊക്കെയുള്ള നല്ലൊരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. നമ്പർ 4 ഇത് നമ്പർ 4ൻ്റെ ഇതങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ ലീഫ് ഇത് എടുത്തിരിക്കുന്നതൊന്നും കളയില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് അവിടെ വരുമ്പോഴത്തേക്കും അത് ലീഫൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ കേട്ടോ. നമ്പർ 4. നമ്പർ 5 കാണിക്കട്ടെ. നമ്പർ 5ഉം 7ഉം ആണ് നമ്മൾ കോംബോ ചെയ്തത്. ഇനി 6 കാണിക്കാം. ഇത് കേട്ടോ, 6 ഇതാണ് വരുന്നത്. ഇങ്ങനെ അതിൻ്റെ സൈസുകൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇതുണ്ടോ, 6 ആണ് നമ്പർ വരുന്നത്. ഇത് നമ്മളുടെ കോംബോയായിട്ട് ഒരു സാമ്യമുണ്ട്. പെട്ടെന്ന് ആദ്യം കോംബോയിൽ ആ നമ്പറാണെന്ന് തോന്നും, പക്ഷേ ഇത് കണ്ടോ, കോംബോയിൽ 7 ഇതാണ് വരുന്നത്. ഇതിൻ്റെ ആ ലീഫിൻ്റെ വ്യത്യാസം നോക്കിയേ. ഇതിൻ്റെ നടുക്ക് ഈ ഒരു പാറ്റേൺ കണ്ടോ, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഈ ലീഫിന് ആ ഒരു പാറ്റേൺ ഇല്ല. പിന്നെ ഒരു മെറൂൺ ഒരു മജന്ത ഷെയ്ഡും കൂടെ കയറി വരുന്നിട്ടുള്ള അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ആ നടുക്ക് മാത്രമാണ് അതിൻ്റെ ആ പാറ്റേൺ വരുള്ളൂ. ഇത് കണ്ടോ, അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഏകദേശം നമുക്ക് സാമ്യം തോന്നിയാലും വ്യത്യാസമുണ്ട്. ഇത് വരുന്നത് 6 ആണ് വരുന്നത് കേട്ടോ. ഇനി 7 നമ്മൾ കോംബോയിൽ കാണിച്ചായിരുന്നു. ഇനി 8 വരുന്നത് ഇതാണ്. ഒരു ഇങ്ങനെ കളർ തന്നെ. ഞാൻ എന്തായാലും കളർ പറയണില്ല, എനിക്ക് കളർ പറയാൻ കിട്ടണില്ല. പല പല കളർ മിക്സ് ചെയ്ത് വന്നിട്ടേ, ഒരു ഗ്രീനാണ് മെയിനായിട്ടും ഒരു ഷെയ്ഡ് വരുന്നത്. അതിലേക്ക് ഒരു സിൽവർ ടച്ചും ഒരു ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന നല്ലൊരു വെറൈറ്റി.
അതിൻ്റെ ഇത് വരുന്നത് സൈസ് വരുന്നത് ഇതിങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ്. നമ്പർ 8. നമ്പർ 9 വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ. ഇതും ഒത്തിരി വലിയ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഷൂട്ടുകളുണ്ട്. ഇങ്ങനെ ഇത് കണ്ട, ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഒരു സിൽവർ ടച്ചും പിന്നെ അതിൻ്റെ ബോർഡറായിട്ട് ഒരു ഗ്രീനും ഒരു ഫ്രില്ല് രീതിയിലുള്ള അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല രസം അത് കാണാനായിട്ട്. ഫോട്ടോയിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഭയങ്കര ഭംഗിയാണെന്ന് തോന്നുന്നു ഫോട്ടോയിൽ വരുമ്പോഴത്തേക്കും. ചില വെറൈറ്റികൾ നമുക്ക് ഫോട്ടോയിലും ഇതിൽ നമ്മൾ വ്യത്യാസം വരുമല്ലോ. അത് നമ്പർ 9 ആണ് വരുന്നത്. അതിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതെ ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്പർ 9 കേട്ടോ. ഇതൊക്കെ റയർ വെറൈറ്റിയാണ്. ഇനി നമ്പർ 10 വരുന്നത് ഇങ്ങനെയാണ്. 10ൻ്റെ ഇത് വരുന്നത് ഉള്ളിൽ ഒരു റൗണ്ട് ചെയ്തിട്ട് ഒരു ഫ്രില്ല് പോലെ അങ്ങനെ കയറി വരുന്ന അങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഒരു വെൽവെറ്റ് ഫിനിഷും കൂടെ ഈ ഇലയ്ക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്പർ 10 ആണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്പർ 10. ഇത്രയാണ് നമുക്ക് സൈസ് ഇത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തേക്കാം. ഇങ്ങനെ തന്നെ നമ്പർ വൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കാറ്റലോഗിൽ ഇല്ലെങ്കിൽ എല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കോട്ടെ. എല്ലാ പ്ലാൻസും മിക്സ് ചെയ്താണ് കിടക്കണം. അപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാ നമ്പറും നോക്കി പോയിക്കോളൂ കേട്ടോ. ഞാൻ 10 വരെയുള്ള നമ്പർ ഉണ്ട്. അതിൽ കോംബോ ആയിട്ട് ഇങ്ങനെ ഇത് കൊണ്ട്, അപ്പോൾ കോംബോ വേണമെങ്കിൽ ഇതിൻ്റെ കോംബോ തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ബിഗോണിയുടെ കോംബോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മെസ്സേജ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അഡ്രസ്സും കൂടെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒത്തിരി പേര് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില വെറൈറ്റികളൊക്കെ സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ മെസ്സേജ് ഇട്ടിട്ട് ക്യാഷും കൂടെ പേ ചെയ്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പ്ലാൻസുകൾ വിടും. തിങ്കൾ ചൊവ്വയൊക്കെ ആയിട്ട് നമ്മൾ ഈ ബിഗോണിയ പ്ലാൻസ് കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത വീഡിയോ സൺഡേ ഉച്ചയ്ക്ക് 12 മണിക്ക് അടുത്ത വീഡിയോ വരും. ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്, ചൈന പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.